മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഭാഗം 8. ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകൾ. പിറ്റേന്ന് ഞാൻ അതിരാവിലെ ഉണർന്നിരുന്നു. എൻ്റെ പുതുതായി കണ്ടെത്തിയ സുഹൃത്തിനോട് സംസാരിക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. എൻ്റെ വായിൽ നിന്ന് ആദ്യം വന്ന വാക്കുകൾ ഇതായിരുന്നു. ഞാൻ ആ വാക്കുകൾ പറഞ്ഞ നിമിഷം തന്നെ മഹത്വമുള്ള അന്തരീക്ഷം എൻ്റെ മുറിയിലേക്ക് തിരികെ വന്നു. എന്നിരുന്നാലും ഇത്തവണ ഞാൻ വിറയ്ക്കുകയോ കുലുങ്ങുകയോ ചെയ്തില്ല. അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ആവരണം മാത്രമായിരുന്നു എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് ഞാൻ പറഞ്ഞ അടുത്ത നിമിഷം മുതൽ എൻ്റെ മുറിയിൽ അവൻ എന്നോടൊപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ നിറഞ്ഞു എന്ന് മാത്രമല്ല, പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുമ്പോഴെല്ലാം എനിക്ക് ഒരു പുതിയ ഉൾനിറവ് ലഭിച്ചിരുന്നു. ഞാൻ ഈ പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനും അതീതമായ കാര്യമാണ്. അതെ, ഞാൻ സ്വർഗീയ ഭാഷയിൽ സംസാരിച്ചു. പക്ഷേ ഇത് അതിലും വളരെ ശ്രേഷ്ഠമായ ഒന്നായിരുന്നു. പരിശുദ്ധാത്മാവ് ഒരു യാഥാർത്ഥ്യമായിരുന്നു. അവൻ എൻ്റെ സുഹൃത്തായി, അവൻ എൻ്റെ സഹകാരിയായി, എൻ്റെ ഉപദേഷ്ടാവായി. ആ പ്രഭാതത്തിൽ ഞാൻ ആദ്യം ചെയ്ത കാര്യം ബൈബിൾ തുറന്നതായിരുന്നു. എനിക്ക് ഉറപ്പുവരുത്തണം. ഞാൻ വചനം തുറന്നപ്പോൾ അവൻ എൻ്റെ അരികിൽ ഇരിക്കുന്നത് പോലെ എന്നോടൊപ്പമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഇല്ല, ഞാൻ അവൻ്റെ മുഖമോ മുഖഭാവമോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ അവൻ എവിടെയാണെന്ന് എനിക്കറിയാമായിരുന്നു. അവൻ്റെ വ്യക്തിത്വം ഞാൻ അറിയാൻ തുടങ്ങി. ആ നിമിഷം മുതൽ ബൈബിൾ ഒരു പുതിയ തലത്തിലായി മാറി. അവൻ എന്തിനാണ് വന്നതെന്നറിയാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവേ, അത് വചനത്തിൽ എനിക്ക് കാണിച്ചു തരണമേ. അവൻ എന്നെ 1 കൊരിന്ത്യർ 2-ാം തിരുവചനത്തിലേക്ക് നയിച്ചു. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. എന്തുകൊണ്ടാണ് അവൻ എൻ്റെ സുഹൃത്താകുവാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ എന്നെ പൗലോസിൻ്റെ വാക്കുകളിലേക്ക് നയിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. 2 കൊരിന്ത്യർ 13-ാം തിരുവചനം. ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മാവേ, പിതാവിനെ നീ നന്നായി അറിയുന്നതിനാൽ പ്രാർത്ഥിക്കാൻ നീ എന്നെ സഹായിക്കുമോ? ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് മുമ്പത്തേക്കാൾ യാഥാർത്ഥ്യമായ ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തി. ആരോ ഒരു വാതിൽ തുറന്ന് ഇതാ അവൻ എന്ന് പറയുന്നത് പോലെയായിരുന്നു അത്. എൻ്റെ ഗുരു, എൻ്റെ വഴികാട്ടി. ദൈവത്തിൻ്റെ പിതൃത്വത്തിൻ്റെ യാഥാർത്ഥ്യം ഞാൻ ഇതുവരെ അറിഞ്ഞതിലും കൂടുതൽ വ്യക്തമായി. ഒരു പുസ്തകം വായിച്ചതുകൊണ്ടോ ABC എന്ന ഫോർമുല പിന്തുടർന്നതുകൊണ്ടോ അല്ലാതെ, പരിശുദ്ധാത്മാവിനോട് എനിക്ക് വചനം തുറന്നു തരാൻ അപേക്ഷിച്ചതുകൊണ്ടായിരുന്നു അത്. അവൻ അങ്ങനെ ചെയ്തു തന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏവരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. കാരണം നിങ്ങൾ വീണ്ടും ഭയപ്പെടേണ്ടതിന് അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ നിങ്ങൾ സ്വീകരിച്ചത്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം 14 പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യേശു പറഞ്ഞതെല്ലാം ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. അവൻ എൻ്റെ ആശ്വാസകനും എൻ്റെ ഗുരുവും എൻ്റെ വഴികാട്ടിയുമായിരുന്നു. എന്നെ അനുഗമിക്കുക എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ യേശു എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ആദ്യമായി മനസ്സിലായി. പിന്നീടൊരു ദിവസം അവൻ പറഞ്ഞു, എന്നെ അനുഗമിക്കരുത്, കാരണം ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുകയില്ല. അവൻ അവരോട് പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ്, അവൻ നിങ്ങളെ സഹായിക്കും. അവൻ എന്തു ചെയ്യുകയായിരുന്നു? ക്രിസ്തു അവർക്ക് പിന്തുടരാൻ മറ്റൊരു തലവനെ നൽകുകയായിരുന്നു. എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതുവരെ ആ സമയമത്രയും ഞാൻ പരിശുദ്ധാത്മാവിനെ നന്നായി അറിയുകയായിരുന്നു. ആ കൂട്ടായ്മ ഇന്നുവരെ നിലച്ചിട്ടില്ല. എൻ്റെ ജീവിതം മുഴുവനും രൂപാന്തരം വന്നു. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്.